ഇന്നെൻ്റെ യാത്ര കന്യാകുമാരിയിലോട്ടാണ്. ഗസ്റ്റിനെ എടുത്തത് വർക്കലയിൽ നിന്നാണ്. പോണ വഴിയിൽ കഴക്കൂട്ടം സ്റ്റുഡിയോയിൽ കയറി ചെറിയൊരു പർച്ചേസ് ഉണ്ടായിരുന്നു ഗസ്റ്റിന്. അത് കഴിഞ്ഞ് നമ്മൾ രാത്രി 8 മണിയോടുകൂടി കന്യാകുമാരിയിലെത്തി. കന്യാകുമാരിയിൽ ഒരു ഫ്ലാറ്റിലായിരുന്നു താമസം. അതിൻ്റെ വെളിയിലത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ 10 മണിയായപ്പോഴാണ് എണീറ്റത്. എണീറ്റ് ഫ്രഷായി പുറത്തോട്ട് വന്നപ്പം വെളിയിലൊരു ചെറിയ കടയിൽ നിന്ന് ബിരിയാണിയാണ് ഞാൻ കഴിച്ചത്. ബിരിയാണി നമ്മുടെ നാട്ടിലെ ബിരിയാണിയുടെ ടേസ്റ്റോട് വ്യത്യാസമുണ്ട് കേട്ടോ. വേണമെങ്കിൽ ചോറ് വേറെ രുചി, അതായത് തമിഴ്നാട് ബിരിയാണി അല്ല, ഇത് ദിണ്ടുക്കൽ ബിരിയാണി എന്നൊക്കെ പറയുന്ന ആ ഒരു ടേസ്റ്റ് അല്ല. ഒരു പീസ് ചിക്കൻ ഉണ്ട്, ചിക്കൻ കൊള്ളാം, നല്ല ചിക്കനായിരുന്നു. കാര്യം പിന്നെ ചെറിയ അരിയല്ല, വലിയ അരിയാണ്, വലിയ അരിയാണ്. അതിനകത്ത് ഒരു മുട്ട ഉണ്ടായിരുന്നു, സലാഡുണ്ട്. പിന്നെ വിശന്നിരുന്നുകൊണ്ട് കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് കടയിലെ ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഈ ചേട്ടൻ്റെ കടയിലെ ആൾ ചെറിയൊരു കടയാണ് കേട്ടോ, ഒരു 3 ടേബിളുള്ള ചെറിയൊരു കടയാണ്. അപ്പം കടയിലെ ചേട്ടനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞ് നിൽക്കണം തുറക്കുന്നത്. ചെറിയൊരു കടമുറിയാണെങ്കിലും അവരത് വളരെ ഉപയോഗപ്പെടുന്ന രീതിയിൽ അവിടെ എല്ലാം ചെയ്തിട്ടുണ്ട്. പൊറോട്ട, കുത്തു പൊറോട്ട, അങ്ങനെ ബിരിയാണി, നമുക്ക് ആവശ്യം ചെറിയ ചെറിയ ഇടം നല്ല വലിയ ഹോട്ടലിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ കൂടുതലും നമ്മൾ ഈ വിറകടുപ്പാണ്, വിറകും പൊടിയെടുപ്പുമാണ് കൂടുതൽ. ഇത്രയും സ്പേസിൽ അവർ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി ഞാൻ ഒന്ന് നടന്നിട്ട് വരാൻ പറഞ്ഞ് ഇറങ്ങിയതാണ്. ആഹാരം കഴിഞ്ഞിട്ട് തിരിച്ച് ഫ്ലാറ്റിലോട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. ഫ്ലാറ്റ് മെയിൻ റോഡിൽ നിന്ന് ഒരു 50 മീറ്റർ നടന്ന് അകത്തോട്ട് കയറണം കേട്ടോ. അപ്പം എലികൾ, കണ്ടമാനം എലികൾ, ഈ ഫൗണ്ടേഷനിൻ്റെ പാറ ഇടയ്ക്കുന്നൊക്കെ എലികൾ എന്ന് പറയുന്നത്. വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ എലികൾ ഇങ്ങനെ വരുന്നു. വേസ്റ്റ് എത്രത്തോളം വേസ്റ്റ് റോട്ടിൽ കളയുന്നുണ്ടാണെന്ന് തോന്നുന്നു എലി അവിടെ ഉള്ളത്. അത് മാത്രമല്ല തമിഴ്നാട്ടിൽ ഈ കന്യാകുമാരിയിലായാലും തൃശ്ശൂരായാലും പളനിയിൽ ഇപ്പോൾ അത്ര വലിയ വിഷയം തോന്നുന്നു. അപ്പോൾ ഈ വേസ്റ്റും ഈ എലീനൊക്കെ നമുക്ക് എപ്പോഴും റോട്ടിൽ കാണാൻ പറ്റും. ഇവിടെയാണ് ഇന്നലെ താമസിച്ചു കേട്ടോ. ഈ കാണുന്ന ഫ്ലാറ്റിലാണ് നീല പെയിൻറ്റ് അടിച്ചിട്ടാണ് ഇന്നലെ താമസിച്ചത്. ഇന്നലെയല്ല ഇന്നും അവിടെ തന്നെയാണ്. നാളെ രാവിലെയുള്ള തിരിച്ചുള്ള മടക്കം. ഈ ഫോറിനേഴ്സിന് പൊതുവെ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ സൈലൻറ്റ് ഒത്തിരി സമാധാനപരമായിട്ടാണ് എല്ലാം കണ്ടിട്ട് പോകണം. അല്ല എടുത്തു പിടിച്ച് ഓടുന്ന പരിപാടിയൊന്നും പൊതുവേ അവരൊക്കെ ഇല്ല. പിന്നെ അലമ്പും കാണില്ല. അതാണ് ഈ ഒരു ട്രിപ്പിൻ്റെ പ്രത്യേകത. വണ്ടിക്കകത്തിട്ട് ചവിട്ടി തേറ്റിക്കലും ബഹളങ്ങളും കാര്യങ്ങളൊന്നുമില്ല, സൈലൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സ്പേസാണ് അവർ എടുത്തിരുന്നത്. അതിനകത്ത് 2 റൂമായിരുന്നു ഉള്ളത്. അതിനകത്ത് ഒരു റൂം എനിക്ക് തന്ന റൂം ഗസ്റ്റ് ഉപയോഗിച്ചു. ഇതാണ് എനിക്കായിട്ട് ഗസ്റ്റ് തന്ന റൂം. വലിയ റൂമാണ്. പിന്നെ എല്ലാ ട്രിപ്പിലും ഇങ്ങനെ സൗകര്യം കിട്ടണമെന്നില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ തുടങ്ങി. എന്നിട്ട് സന്ധ്യ ഒരു 7 മണിയായപ്പോൾ ഇറങ്ങി. അപ്പോഴത്തേക്ക് വേണ്ട കന്യാകുമാരി റോഡ് സൈഡിലൊക്കെ മീനൊക്കെ നല്ല മസാലയൊക്കെ പുരട്ടി വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ പറയുന്നതനുസരിച്ച് അവരെടുത്ത് പൊരിച്ചു. ഈ ഇട്ട രണ്ടെണ്ണം അതിന് 150 രൂപയാണ് റേറ്റ് പറഞ്ഞത്. അപ്പോൾ തവയിൽ അവരിട്ട് പൊരിച്ച് റെഡിയാക്കി തരും. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഇത് കന്യാകുമാരി കാണാനില്ല, വീണ്ടും ഇപ്പോൾ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഓരോന്നിൻ്റെ റേറ്റ് പുള്ളി പറയുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത്. പൊതുവെ എനിക്ക് മീൻ്റെ പേര് നമുക്ക് വലിയ ധാരണയില്ല, അതുകൊണ്ട് എനിക്ക് അറിയാൻ. പക്ഷേ കാണാൻ നല്ല രസമുണ്ട് സംഭവം. ഇച്ചിരി വൃത്തിയൊക്കെ തോന്നുന്നുണ്ട്. ഇനി അറിയാൻ എന്താണ് ഇതിൻ്റെ അവസ്ഥയാണെന്ന്. പിന്നെ വാലൊക്കെ നമ്മൾ വാലൊക്കെ കട്ടിയത്തില്ല, ഇത് വാലൊക്കെ ഇരിക്കുന്നു. നല്ലോണം കഴിവ് വൃത്തിയൊക്കെ ചെയ്യുന്നതാണെന്ന് വിചാരിക്കും. പിന്നെ പൊതുവേ ഇങ്ങനെ ഉള്ള സ്ഥലങ്ങൾ, ടൂറിസ്റ്റ് സ്ഥലങ്ങൾ പോകുമ്പോഴത്തേക്കും നമുക്ക് 100% ഫുഡിൻ്റെ കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ള നല്ല ഫുഡ് കിട്ടുന്നത്. ഹോട്ടലിൻ്റെ പേര് താജ് എന്നാണ് കേട്ടോ, താജ്. അത്യാവശ്യം എല്ലാ ഹോട്ടലിലും നല്ല തിരക്കുമുണ്ട്. പല ഇത് ആദ്യം കാണിച്ചാൽ ഇത് രണ്ടാമത് വേറെ ടൈപ്പ് മസാല. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. സീസൺ ടൈം ആയതുകൊണ്ട് കന്യാകുമാരി നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു 8 മാസത്തിന് ശേഷമാണ് കന്യാകുമാരി വരുന്നത്. 8 മാസത്തിന് ശേഷമാണ് ഞാൻ കന്യാകുമാരി വരുന്നത്. മറ്റത് സ്ഥിരം വരുന്നതായിരുന്നു. ഇപ്പം ഒരു 8 മാസത്തിന് ശേഷമാണ് കന്യാകുമാരി ട്രിപ്പ് വരുന്നത്. ഇത് 3 ദിവസമായിരുന്നു കന്യാകുമാരിയിൽ. അതന്നെ 3 ദിവസം, 2 നൈറ്റും 3 ഡേയും. അതായത് ഫസ്റ്റ് ഡേ വൈകുന്നേരത്ത് വന്ന്, സെക്കൻഡ് ഡേ ഫുൾ കന്യാകുമാരി, 3ാമത്തെ ഡേ രാവിലെ തിരിച്ചിറങ്ങി. ഇപ്പോഴത്തെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ വിപുലപ്പെടുത്തി അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റോഡിൽ വൃത്തിക്കുറവാണ് നമ്മുടെ നാട്ടിൽ. പുതിയ എന്നാലും പാർക്കിംഗ് സൈഡിലൊക്കെ വൃത്തി കിട്ടുന്നുണ്ട്. പുതിയൊരു ബോർഡൊക്കെ കമാനം വെച്ചിട്ടുണ്ട്. അതിൻ്റെ പണിയൊക്കെ തീർന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ പണി ഇരുന്നുണ്ട്. ഈ സൈഡിൽ കൂടെയൊക്കെയാണ് കയറ്റി വിടുന്നത്. കന്യാകുമാരി വന്നിട്ടുള്ളവർക്ക് അറിയാം ഈ സ്ഥലങ്ങളൊക്കെ. പിന്നെ കന്യാകുമാരിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കന്യാകുമാരിയിൽ ഇപ്പം ടൂറിസ്റ്റായിട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ഏജൻസിയിലേക്ക് ട്രിപ്പ് എടുക്കുകയാണെങ്കിൽ അവർ ഒരു 5 സ്പോട്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ തിരക്കിയാൽ തന്നെ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. കന്യാകുമാരിയിൽ 5 സ്പോട്ടുകൾ. അതല്ലാണ്ട് ഈ കാണുന്നതാണ്. ഇതെല്ലാം അടുത്തടുത്ത് തന്നെയാണ്. നമ്മൾ സ്വന്തം വണ്ടിയിലായാലും ടാക്സിയിലായാലും പോയാൽ നമുക്ക് താമസിക്കുന്നിടത്ത് വണ്ടി ഒതുക്കിയിട്ടിട്ട് ഇറങ്ങി, ബീച്ചിനടുത്താണെങ്കിൽ ഒരു കിലോമീറ്റർ ചുറ്റളവിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിർത്തിയിട്ട് അവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ട് ഇറങ്ങി നടന്ന് കാണാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ കച്ചവടക്കാരുണ്ടാവും, ധാരാളം കച്ചവടക്കാരുണ്ട്. എനിക്ക് ഞാൻ ഇത്രയും കച്ചവടക്കാരെ കാണുന്ന കുറേ നാൾക്ക് ശേഷമാണ് ഒരുമിച്ച് ഇവിടെ വഴിയിലൊക്കെ. നമ്മൾ സാധാരണ പോകുമ്പോഴത്തേക്ക് ആ അമ്പലത്തിലോട്ടുള്ള പോണ വഴിയിലും പിന്നെ നമ്മൾ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല തിരക്ക് വരും. പക്ഷേ ഇത് റോഡിലൊക്കെ ഒരുപാട് കച്ചവടക്കാരുണ്ട്. സീസൺ കണ്ടായിരിക്കും പലതരം കച്ചവടങ്ങൾ. ഈ പറഞ്ഞ ശങ്കിൻ്റെ ഐറ്റം ആണല്ലോ അവിടെ കൂടുതലും. കുറേ ശങ്കിൻ്റെ ഐറ്റങ്ങളും പിന്നെ എല്ലാം അന്യസംസ്ഥാനക്കാരാണ് കേട്ടോ. തമിഴ് കച്ചവടക്കാരുണ്ട്, എന്നാലും ഒരു 50% താഴെയുള്ള തമിഴ്. ബാക്കിയെല്ലാം തെലുങ്കരും ആന്ധ്രാക്കാരും അങ്ങനെയൊക്കെയുള്ള മറ്റുള്ള സംസ്ഥാനക്കാരൊക്കെയാണ്. നല്ല തിരക്കുണ്ട്. ഒരു 7 മണി 8 മണി സമയമാണോ? 8 മണി ആയിക്കണം. അപ്പം 8 മണി കഴിഞ്ഞ്, 8 മണിയല്ല, 8 മണി കഴിഞ്ഞിട്ടുള്ള സമയമാണ്. ഇവിടെ ഒരു 6 മണി ഭയങ്കര തിരക്കായിരിക്കും. അങ്ങനെ പ്ലാസ്റ്റിക് പൂവൊക്കെ വെച്ച് ചേട്ടോടെ ഇരിപ്പുണ്ട്. പക്ഷേ വേണമെങ്കിൽ വാങ്ങിച്ചോണ്ട് പോടേ. വിലയൊക്കെ ചോദിക്കുമ്പോൾ തന്നെ പറയാൻ ഭയങ്കര പാടിയാണ്. ഒരു പൂവിനും 10 രൂപയാണ്. ഒരു കെട്ട് പോലെ അന്ന് ഒരു പൂവിന് 30 രൂപയാണ്. ഒരു പൂവിന് 30 രൂപയാണ്. പക്ഷേ ചോദിച്ചത് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമേ അങ്ങനെ വില ചോദിച്ചത്. കാണാൻ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ കണ്ട് അടുത്ത് ഈ കാണുന്നില്ല, ഇത് പൂക്കും പറ്റി പോകണം കേട്ടോ. ഇത് 50 രൂപയാണ് ഈ പാക്കറ്റ്. നമുക്ക് കാണാൻ ഭയങ്കര ലാഭമൊന്നും ഇല്ല. പക്ഷേ ഇതിനകത്ത് ഒരു വയനാലയാണെന്ന് തോന്നുന്നു, ഇലയാണ് ചുറ്റി കെട്ടി വെച്ചേക്കുന്നത്. വീട്ടിൽ കൊണ്ട് ഇത് പൊട്ടിക്കുമ്പോഴേ അറിയത്തുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ വേറെ ഡ്രൈവറായിട്ടുണ്ടായത്, പുള്ളിയാണ് പറഞ്ഞത്. ഞാൻ ഈ വീഡിയോ 2 ദിവസം മുന്നേ ഒരു വീഡിയോ കണ്ടായിരുന്നു. ഒരു പാർട്ടി പറഞ്ഞു തന്നിട്ടുണ്ട്, അവർ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പൊട്ടിച്ചൊക്കെ വേണം, അത് പറ്റിപ്പായിരുന്നു എന്ന്. ചെറിയ ചെറിയ തടിയിൽ കരകൗശല വസ്തുക്കൾ. പിന്നെ ഇത് ശബരിമല സീസൺ എൻ്റെ സമയമായതുകൊണ്ട് തന്നെ നല്ല അയ്യപ്പന്മാരുടെ നല്ല തിരക്കുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സീസൺ, അതായത് ഡിസംബർ ജനുവരി സമയങ്ങൾ നമ്മൾ പോയി കഴിഞ്ഞാൽ ഉത്തർപ്രദേശിൽ നിന്നൊക്കെ ഒരുപാട് വണ്ടികൾ വന്ന് അവിടെ നിന്ന് വലിയ ബസ്സുകളിലൊക്കെ വന്ന് ഇങ്ങനെ ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട്, പിന്നെ ഒരു പ്രത്യേക വൈറ്റ് ആൻഡ് വൈറ്റ് തന്നെ ഒരു പ്രത്യേക രീതിയിലൊക്കെ ധോത്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ആ രീതിയിലൊക്കെ ഡ്രസ്സാണ് ആൾക്കാർ ഒരുപാട് പേര് കാണും. അതും കൂടുതൽ ഒരു 60 വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള ആൾക്കാരായിരിക്കും മിക്കതും. പിന്നെ ഇവിടുത്തെ കടകളിലൊക്കെ ആണെന്ന് വെച്ചാൽ ഒരു ഷർട്ടൊക്കെ, ഇവിടുത്തെ കടകളിൽ പ്രത്യേക ഷർട്ട് പാൻറ്റിന് കഴിയുമ്പോൾ ഷർട്ടൊക്കെ 100 രൂപ ഷർട്ട് കിട്ടും കേട്ടോ. നമ്മുടെ നാട്ടിൽ നൂലിൻ്റെ പൈസയ്ക്ക് ഇവിടെ ഷർട്ട് കിട്ടും.
നമ്മുടെയൊക്കെ 100 ഷർട്ട് എനിക്കറിയത്തില്ല കിട്ടുമെന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിൽ ലൈറ്റ് ഷോ നടക്കുന്നു. ലൈറ്റ് ഷോ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റത്തുള്ളൂ. അത്രയും ദൂരെ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ ദൃശ്യങ്ങൾ കിട്ടുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. എന്നാലും എനിക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. കൊള്ളാം, അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ വിമാനപ്പാറയിൽ എനിക്ക് 5 മണി കഴിഞ്ഞാൽ പിന്നെ ബോട്ടിംഗ് ഇല്ല. നമുക്ക് ഇനി ഇപ്പുറത്തിരുന്ന് അമ്പലത്തിൻ്റെ സൈഡിൽ നിന്ന് കാണാൻ പറ്റത്തുള്ളൂ. കുറച്ച് നേരം വന്നിരുന്ന് ലൈറ്റ് ഷോ കണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയുണ്ട്. പിന്നെ പൊതുവേ നമ്മൾ ഞാൻ ഇങ്ങനെ പോയിട്ടുള്ള എൻ്റെ ഒരു ചെറിയൊരു അറിവ് വെച്ച് പറയുകയാണ്, നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും ഈ ധൃതി പിടിച്ച് പോരുത് കേട്ടോ. പോയി കാര്യങ്ങളൊക്കെ കണ്ട് അത്യാവശ്യം സ്റ്റേ ഒക്കെ എടുത്ത് അങ്ങനെ പോകുക. ഓരോരുത്തർ പോകണമെന്ന് പറഞ്ഞാൽ ഓടി പിടിച്ച് പോയി അവിടെ പോയി ചെന്ന് അപ്പോഴേ കുറച്ച് ഫോട്ടോ എടുത്ത് തിരിച്ചു വരും. ചിലപ്പോൾ അവർക്ക് അതായിരിക്കും എൻജോയ്മെൻറ്റ്. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞാണ്. ഒരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് സമാധാനത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് യാത്ര കൂടുതൽ മനോഹരമാക്കാൻ കഴിയുമെന്ന്